അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ മണ്ഡലം തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിൽ പ്രധാനമായ കാരണം രാജ്യത്ത് കോൺഗ്രസിന് ഏറ്റവും അധികം വിജയസാധ്യതയുള്ള മണ്ഡലമാണ് വയനാട് എന്നത് തന്നെയാണ്. ഹിന്ദി മേഖലയേക്കാൾ കോൺഗ്രസിന് സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പരമാവധി സീറ്റുകൾ നേടുന്നതിന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ. രാഹുൽ അമേഠിയിൽ മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. സ്മൃതി ഇറാനി തോൽക്കാൻ തയ്യാറായിക്കോളൂ എന്നു തന്നെയാണ് കോൺഗ്രസുകാർ പറയുന്നത്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ വൃത്തങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മോദിയുടെ വിഭജന രാഷ്ട്രീയത്തെയാണ്. ദക്ഷിണേന്ത്യൻ ഭാഷയെയും സംസ്കാരത്തെയും മോദി തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വികാരം ദക്ഷിണേന്ത്യയിൽ ശക്തമാണ്. ഈ വികാരം പരമാവധി മുതലെടുക്കാൻ തന്നെയാകും രാഹുലിന്റെ തീരുമാനം. ഇതോടെ ദക്ഷിണേന്ത്യൻ മണ്ണിൽ BJPക്ക് വളക്കൂറില്ല എന്ന് തെളിയിക്കുക കൂടിയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. BJPക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതെന്നും ഇടതുപക്ഷത്തിനെതിരെയല്ല എന്നുമാണ് പൊതുവെ ഇടതുപക്ഷത്തിന്റെ നിലപാട്. രാഹുൽ അമേഠിയിൽ നിന്നും ഒളിച്ചോടിയെന്ന് പ്രചരിപ്പിക്കുന്നവരും കുറവല്ല. NCPയും ശരത് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുത് എന്ന നിലപാടെടുത്തിരുന്നു. എന്നാൽ എതിർപ്പുകളെ മറികടന്ന് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും പഴയ ശക്തി നേടുക എന്നതാണ് ലക്ഷ്യം. പ്രതിപക്ഷത്തെ മുഖ്യകക്ഷി എന്ന നിലയ്ക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സാധിക്കും. ആന്ധ്രയിലും തെലങ്കാനയിലും തകർന്നു കിടക്കുന്ന കോൺഗ്രസ് സംവിധാനത്തെ ഉണർത്താനും ഈ തീരുമാനം സഹായിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. കർണാടകത്തിൽ രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. കർണാടകത്തിൽ ജനതാദളും കോൺഗ്രസും ചേർന്ന സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന അവസ്ഥയാണുള്ളതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സമാന അവസ്ഥയാണ് തമിഴ്നാട്ടിലും. രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആവണമെന്ന് അഭിപ്രായപ്പെടുന്ന MK സ്റ്റാലിന്റെ DMKയ്ക്കും കോൺഗ്രസിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാവുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും വിലയിരുത്തപ്പെടുന്നു. രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിലൂടെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന സംസ്ഥാനമായി കേരളവും കർണാടകവും മാറിയേക്കും. ഈ രണ്ട് സംസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം. കോൺഗ്രസ് സഖ്യത്തിന് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളത്തെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഇടതുപക്ഷ കോട്ടകളായ ആറ്റിങ്ങലും ആലത്തൂരും വരെ ഇക്കുറി മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിട്ടുള്ളതെന്നും രാഹുലിന്റെ സാന്നിധ്യം ഈ സീറ്റുകളിലടക്കം വിജയം നേടാൻ സഹായിക്കുമെന്നും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും കരുതുന്നു. കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യും. BJPയിൽ നിന്ന് ശക്തമായ വെല്ലുവിളി നേരിടുന്ന തിരുവനന്തപുരം സീറ്റിൽ ശശി തരൂരിനെ വിജയത്തിലെത്തിക്കാനും രാഹുലിന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. BJPക്ക് സ്വാധീനമുള്ള കർണാടകത്തിലാണ് രാഹുൽ മത്സരിക്കേണ്ടത് എന്ന അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ വയനാടിനേക്കാൾ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലവും കർണാടകത്തിൽ ഇല്ല എന്നതും രാഹുൽ കേരളത്തിലേക്ക് വരുന്നതിന് കാരണമായി. കർണാടകത്തിലെ ബീദർ മണ്ഡലത്തെക്കാൾ സുരക്ഷിതമാണ് വയനാടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതേസമയം അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ അമേഠിയിലും വയനാടിലും രാഹുൽ വിജയിച്ചു കയറും. അമേഠിയിൽ SPയും BSPയും പാലം വലിക്കുമോ എന്ന ഭയം കോൺഗ്രസിനെ അലട്ടുന്നുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പരീക്ഷണത്തിന് മുതിരാതെ മറ്റൊരു സുരക്ഷിത മണ്ഡലം രാഹുൽ പരിഗണിച്ചത്. അതേസമയം ഉത്തർപ്രദേശിനെ ഇളക്കിമറിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പ്രചരണ രംഗത്തുണ്ട്. മണ്ഡലത്തിലെ ഭൂരിപക്ഷം മാനദണ്ഡമാക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ വയനാട് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ രാഹുൽ വിജയിച്ചു കയറും. ഇതോടെ വയനാട് രാഹുൽ കൈവശം വെച്ച് അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയുമായേക്കും. റായ്ബറേലിയിൽ ഇക്കുറിയും സോണിയ തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചാണ് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. പ്രിയങ്കയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2ാം ഘട്ടത്തിലാണ്. അതേസമയം ഉത്തർപ്രദേശിലടക്കം അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഏപ്രിൽ 23 ശേഷം ഉത്തരേന്ത്യയിലെ മണ്ഡലങ്ങളിൽ കൂടുതൽ സജീവമാകാനും സാധിക്കുമെന്നത് ഇപ്പോഴത്തെ പ്രചരണത്തിന് കാരണമായി.